ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. റീസെൻ്റ് ആയിട്ട് ഹോളിവുഡിൽ നിന്ന് കുറച്ചധികം അപ്ഡേറ്റ്സ് തന്നെ വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുന്നേ ആയിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റ്സ് എന്ന് നോക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് HBO സൈഡിൽ നിന്നാണ്. ഇപ്പോഴത്തെ ഏറ്റവും മികച്ച ടീം ഡ്രാമ സീരീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഉത്തരം പറയാവുന്ന HBO ഏറ്റവും മികച്ച സീരീസുകളിലൊന്നായ നമ്മുടെ സെൻഡായും സിഡ്നി സ്വീനിയൊക്കെ അഭിനയിക്കുന്ന യൂഫോറിയയുടെ സീസൺ 3 പറ്റിയാണ് ആദ്യത്തെ അപ്ഡേറ്റ്. 2022 തുടക്കത്തിലായിരുന്നു യൂഫോറിയയുടെ സീസൺ 2 പ്രീമിയർ ചെയ്തത്. അതിനുശേഷം ഫാൻസ് ഒത്തിരിയായി യൂഫോറിയയുടെ സീസൺ 3 വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഈ വരുന്ന ജനുവരിയിൽ സീസൺ 3 ഫിലിം ചെയ്യുന്നൊരു അപ്ഡേറ്റ് HBO ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു വർഷം മുന്നേ യൂഫോറിയയിലെ ഫെസ്കോ എന്നൊരു ക്യാരക്ടർ ചെയ്തുകൊണ്ടിരുന്ന ആഗ്നസ് ക്ലൗഡ് എന്നൊരു ആക്ടർ ഡ്രഗ് ഓവർലോഡായിട്ട് മരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ ആക്ടർ ഇല്ലാതെ തന്നെയായിരിക്കും ഇനിയുള്ള ഈ സീസൺ വരിക. ആ ആക്ടറിനെ റീകാസ്റ്റ് ചെയ്യുമോ എന്താണ് എന്നൊക്കെ ഉള്ളത് കാണണമെങ്കിൽ യൂഫോറിയയുടെ സീസൺ 3 വേണ്ടി വെയിറ്റ് ചെയ്യണം. ലെറ്റ്സ് വെയിറ്റ് ഫോർ സീസൺ 3. നെക്സ്റ്റ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ കോൺജറിങ് ഫ്രാഞ്ചൈസിൽ നിന്നാണ്. കോൺജറിങ് ഫ്രാഞ്ചൈസിലെ പുതിയ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടുള്ള കോൺജറിങ്ങിൻ്റെ 4ാമത്തെ പാർട്ടായിരിക്കും അതിലെ ഫൈനൽ പാർട്ടെന്നും അത് തിയേറ്ററിലൂടെ 2025 സെപ്റ്റംബർ 5 റിലീസ് ചെയ്യാൻ പോകുന്നതെന്നും അതിൻ്റെ ക്രിയേറ്റേഴ്സ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ കോൺജറിങ് മൂവീസ് നിന്നാലും ആ ഫ്രാഞ്ചൈസിൽ നിന്ന് ഒത്തിരിയധികം സിനിമകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അനബെല്ലുണ്ട്, അതുകൂടാതെ മറ്റ് സിനിമാസൊക്കെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുന്നത് സാം റൈമിയുടെ ഭാഗത്തു നിന്നാണ്. സാം റൈമി 20th സെഞ്ച്വറി ഫോക്സിന് വേണ്ടി ഒരു പുതിയ ഹൊറർ മൂവി ഡയറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. പടത്തിന് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് സെൻഡ് ഹെൽപ്പ് എന്നാണ്. ഈ പടത്തിനെ പറ്റി സാം റൈമി പറഞ്ഞിരിക്കുന്നത് ഇതൊരു ഐലൻഡിൽ നടക്കുന്ന ത്രില്ലർ ഹൊറർ മൂവിയാണെന്നാണ്. ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ ടോം ഹാങ്ക്സ് നായകനായിട്ടുള്ള കാസ്റ്റവേയുടെ ഒരു ഹൊറർ വേർഷൻ ആയിരിക്കും എന്നാണ് സാം റൈമി പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഈവിൾ ഡെഡ് ഒക്കെ ഡയറക്റ്റ് ചെയ്ത് ഒത്തിരി അനുഭവ സമ്പത്തുള്ള ഡയറക്ടറാണ് സാം റൈമി. സാം റൈമിയുടെ മൂവീസ് അങ്ങനെ നമ്മളെ നിരാശപ്പെടുത്താറില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം എങ്ങനെ ഉണ്ടായിരിക്കും സെൻഡ് ഹെൽപ്പ് എന്ന മൂവി. അടുത്ത അപ്ഡേറ്റും HBO ഭാഗത്തു നിന്നാണ്. HBO തന്നെ ഒരു കിടിലൻ സീരീസ് ആയിരുന്നു ലാസ്റ്റ് ഓഫ് അസ്. ഇറങ്ങുന്നതിന് മുന്നേ തന്നെ വലിയ ഫാൻ ബേസ് ഉള്ള ഒരു സീരീസ് ആയിരുന്നു ലാസ്റ്റ് ഓഫ് അസ്. കാരണം ഗെയിം കളിച്ചവർക്കും ബുക്ക് വായിച്ചവർക്കും ഒക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു ലാസ്റ്റ് ഓഫ് അസ്. ലാസ്റ്റ് ഓഫ് അസിന് വേണ്ടി ഒത്തിരി വെയിറ്റ് ചെയ്തിരുന്നവരായിരുന്നു അതിൻ്റെ എല്ലാ ഫാൻസും. ഇതിൽ എല്ലി എന്ന ക്യാരക്ടറിൻ്റെ, അതായത് നമ്മുടെ ബെല്ല റാംസെ അവതരിപ്പിക്കുന്ന എല്ലി എന്ന ക്യാരക്ടറിന് ഒരു ന്യൂ ലുക്ക് പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ സീസൺ 2 അപ്ഡേറ്റ് ഒന്നും പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. നമുക്ക് അടുത്ത വർഷം കാണുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി അടുത്ത അപ്ഡേറ്റ് നമ്മുടെ മിനിയൻസ് മൂവിനെ പറ്റിയാണ്. മിനിയൻസിൻ്റെ 3ാമത്തെ മൂവി ആയിട്ടുള്ള മിനിയൻസ് 3 2027 ജൂൺ 30 റിലീസ് ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ഹെൽബോയുടെ പുതിയ പടത്തിനെ പറ്റിയുള്ളതാണ്. ഈ പടത്തിന് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് ഹെൽബോയ് ദ ക്രൂക്കഡ് മാൻ എന്നാണ്. ഇത് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗോസ്റ്റ് റൈഡറൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ബ്രയൻ ടൈലറാണ്. ഈ വർഷം അവസാനമായിരിക്കും ഹെൽബോയ് ദ ക്രൂക്കഡ് മാൻ എന്ന് പറഞ്ഞ പടം റിലീസാകാൻ പോവുക. ഈ പടത്തിൻ്റെ ഒരു ന്യൂ ലുക്ക് പോസ്റ്റർ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം ഹെൽബോയ് ദ ക്രൂക്കഡ് മാൻ. അടുത്ത അപ്ഡേറ്റ് ദി ടെറിഫയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസ് ഉണ്ട്. ഈ ഫ്രാഞ്ചൈസ് ഓൾറെഡി ഇപ്പോൾ 2 മൂവി റിലീസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കണം. ഹൊറർ മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. ഈ പടത്തിൻ്റെ 3ാമത്തെ പാർട്ടായിട്ടുള്ള ടെറിഫയർ 3 ഒരു ന്യൂ ലുക്ക് പോസ്റ്റർ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ പടം ഈ വർഷം 2024 തന്നെ ഒക്ടോബർ 11 റിലീസ് ചെയ്യാൻ പോവുക. നമുക്ക് കാണാം ടെറിഫയർ 3. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആക്ട്രസ് ആയിട്ടുള്ള എമി ആഡംസിൻ്റെ ഒരു പുതിയ മൂവി ഇറങ്ങാൻ പോകുന്നുണ്ട്. പടത്തിൻ്റെ ടൈറ്റിൽ നൈറ്റ് ബീച്ച് എന്നാണ്. ഇതൊരു ഹൊറർ കോമഡി മൂവി ആയിരിക്കും. ഈ പടത്തിൻ്റെ ഒരു ന്യൂ ലുക്ക് പോസ്റ്ററും ഇപ്പോൾ റിലീസായിട്ടുണ്ട്. ഈ പടം ഈ വർഷം ഡിസംബർ 2024 റിലീസാവുക. ഇനി അടുത്ത അപ്ഡേറ്റ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് അപ്ഡേറ്റ് ആണ്. ഡാരൻ എയറോനോഫ്സ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറുണ്ട്. ഇദ്ദേഹമാണ് ബ്ലാക്ക് സ്വാനും റിക്യൂം ഫോർ എ ഡ്രീം ഒക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു അമേസിംഗ് ഡയറക്ടർ തന്നെയാണ്. കാരണം ഈ പടങ്ങളൊക്കെ കണ്ടവർക്കറിയാം ഇദ്ദേഹത്തിൻ്റെ ഡയറക്ഷനും കഥയുടെയൊക്കെ ഒരു ബ്രില്യൻസ് എന്താണെന്ന്. ഇദ്ദേഹത്തിൻ്റെ പുതിയ പടത്തിൻ്റെ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് കോട്ട് സ്റ്റീലിംഗ് എന്നാണ്. ഇനി ഈ പടത്തിൽ ഇപ്പോൾ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പുതിയ ബാറ്റ്മാൻ മൂവിയിലെ ക്യാറ്റ് വുമൺ ആയിട്ടുള്ള സോയി ക്രാവിറ്റ്സിനെയും ഓസ്റ്റിൻ ബട്ട്ലറിനെയൊക്കെയാണ്. ഈ കഥ പറയാൻ പോകുന്ന ഒരു ഫോർമർ ബേസ്ബോൾ പ്ലെയറിൻ്റെ കഥയാണ്. ഈ കഥ നടക്കുന്നത് 90s ന്യൂയോർക്കിലെ അണ്ടർവേൾഡ് ടൗണിലാണ്. എങ്ങനെയാണ് ഈ ബേസ്ബോൾ പ്ലെയർ അണ്ടർവേൾഡിലൊക്കെ ചെന്ന് വിട്ടതെന്നുള്ള കഥകളൊക്കെ അറിയണമെങ്കിൽ ഈ പടം ഇറങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാം. ലെറ്റ്സ് വെയിറ്റ് ഫോർ കോട്ട് സ്റ്റീലിംഗ്. നമ്മുടെ എമ്മി അവാർഡ്സ് ഒക്കെ വരാൻ പോവാണ്. ഇപ്പോൾ എമ്മിയുടെ എല്ലാ നോമിനേഷൻസ് ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഒത്തിരി അപ്ഡേറ്റ് ഉണ്ട് എമ്മി അവാർഡ്സിനെ പറ്റി. അതെല്ലാം പറയാൻ പറ്റില്ല. ബേസിക്കലി ഷോഗൺ എന്നുള്ളൊരു സീരീസാണ് ഏറ്റവും കൂടുതൽ നോമിനേഷൻ മേടിച്ചു കൂട്ടിയിട്ടുള്ളത്. 25 നോമിനേഷനാണ് നമ്മുടെ ഷോഗൺ സീരീസ് മേടിച്ചു കൂട്ടിയിട്ടുള്ളത്. ഒരു അമേസിങ് സീരീസാണ്. ഇതെല്ലാം ഡിസേർവ് ചെയ്യുന്ന തന്നെയാണെന്ന് സീരീസ് കണ്ടവർക്കറിയാം.
എമ്മിനെ സംബന്ധിച്ച് അടുത്ത അപ്ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മുടെ ക്രിസ്റ്റഫർ നോളന്റെ ദി ഓപ്പൻഹൈമർ മൂവിക്ക് റോബർട്ട് ഡൗണി ജൂനിയറിന് മികച്ച സപ്പോർട്ടിംഗ് ആക്ടറിനുള്ള ഓസ്കാർ കിട്ടിയിരുന്നു. ഈ വർഷം എമ്മിക്ക് ദി സിമ്പതൈസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസിനും റോബർട്ട് ഡൗണിക്ക് ഒരു നോമിനേഷൻ വന്നിട്ടുണ്ട്. സോ എമ്മിയും ഓസ്കാറും ഒരുമിച്ച് ഒരു വർഷം കരസ്ഥമാക്കാൻ പോകുന്ന വളരെ കുറച്ച് ആക്ടേഴ്സിന്റെ പട്ടികയിലോട്ട് റോബർട്ട് ഡൗണി ജൂനിയർ ചിലപ്പോൾ വന്നേക്കാൻ ചാൻസ് ഉണ്ട്. ലെറ്റ്സ് വെയിറ്റ് ഫോർ എമ്മി. അടുത്ത അപ്ഡേറ്റ് ഹാലോ എന്നൊരു സീരീസിനെ പറ്റിയാണ്. ഓൾറെഡി ഒത്തിരി അഡാപ്റ്റേഷൻസ് വന്നിട്ടുള്ള സീരീസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഒരു സീരീസാണ് ഹാലോ. ഒരു ഫ്യൂച്ചറിസ്റ്റിക് വേൾഡിൽ നടക്കുന്ന ഒരു സയൻസ് ഫിക്ഷൻ സീരീസ് ആയിരുന്നു ഹാലോ. ഓൾറെഡി ഹാലോയുടെ 2 സീസൺ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി 3ാമത്തെ സീസൺ ഉണ്ടാവില്ല എന്ന് ഒഫീഷ്യലി അതിൻ്റെ സ്റ്റുഡിയോസ് ആയിട്ടുള്ള പാരമൗണ്ട് പ്ലസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ സീസൺ 3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും നിരാശ സമ്മാനിച്ച് ഹാലോ അങ്ങനെ ഇവിടെ കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ഹാലോ ക്യാൻസൽ ചെയ്യുന്നുള്ള ഒരു റീസൺ പാരമൗണ്ട് പ്ലസ് പുറത്തു വിട്ടിട്ടില്ല. ഒരുപക്ഷെ അതിന്റെ ഓവർ ബഡ്ജറ്റ് കൊണ്ടായിരിക്കാം. പൊതുവെ ഈ സയൻസ് ഫിക്ഷൻ മോഡൽ ചെയ്യുന്ന സീരീസുകൾക്കെല്ലാം ഹൈ ബഡ്ജറ്റ് ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഓഡിയൻസ് കിട്ടിയില്ലെങ്കിൽ സ്റ്റുഡിയോസ് നോർമലി അത് ക്യാൻസൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഒത്തിരി ക്യാൻസൽ ചെയ്ത സീരീസിന്റെ പട്ടികയിലോട്ട് അങ്ങനെ ഹാലോയും പെടുകയാണ്. അടുത്ത അപ്ഡേറ്റ് ഹോളിവുഡിലെ ആക്ഷൻ രാജാവായിട്ടുള്ള മൈക്കിൾ ബേനെ സംബന്ധിച്ചാണ്. നമ്മുടെ ബാഡ് ബോയ്സും ട്രാൻസ്ഫോമേഴ്സ് ഒക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള മൈക്കിൾ ബേ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ TV സീരീസ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ബാർബറിക് എന്നായിരിക്കും സീരീസിൻ്റെ പേര്. ഇതൊരു ഫാൻറ്റസി മോഡുള്ള സീരീസ് ആയിരിക്കും. നമ്മുടെ എക്സ്മെൻ ഫ്രാഞ്ചൈസിലെ പ്രൊഫസർ എക്സ് ആയിട്ടുള്ള പാട്രിക് സ്റ്റുവർട്ടൊക്കെ ഇതിൽ വരുമെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. സോ ലാസ്റ്റ് അപ്ഡേറ്റിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ആനിമേറ്റഡ് മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു അപ്ഡേറ്റ് ആണ്. സോ 2026 റിലീസാകാൻ പോകുന്ന ആനിമേറ്റഡ് മൂവിയുടെ ഒരു ലിസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ വരുന്ന മൂവീസ് ഷ്രെക്കിൻ്റെ 5th പാർട്ട്, ഫ്രോസൺ 3, ടോയ് സ്റ്റോറിയുടെ 5th പാർട്ട്, പൗ പട്രോൾ എന്ന മൂവിയുടെ 3rd പാർട്ട്, പിന്നീട് നമ്മുടെ സൂപ്പർ മാരിയോസ് ബ്രോസിൻ്റെ 2nd പാർട്ട്, ടീനേജ് മ്യൂട്ടൻറ്റ് നിഞ്ച ടർട്ടിലിൻ്റെ 2nd പാർട്ട്. ഓൾറെഡി ഇത്രയും മൂവീസാണ് ഇപ്പോൾ 2026 റിലീസ് ചെയ്യുക എന്ന് അനൗൺസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ആനിമേറ്റഡ് മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു വർഷമായിരിക്കും 2026. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ഓൾ ദീസ് മൂവീസ്. സോ ഇത്രയാണ് ഹോളിവുഡിൽ നിന്ന് റീസെൻ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ്. നമുക്കറിയാം ഇത് സാന്റിയാഗോ കോമിക് കോണൊക്കെ ഇപ്പോൾ നടക്കാൻ പോകുന്നുള്ളൂ. സാന്റിയാഗോ കോമിക് കോണിന് ശേഷം ഒത്തിരി ഹോളിവുഡ് അപ്ഡേറ്റ്സ് വരും. ഒത്തിരി മൂവീസിൻ്റെ റിലീസ് ഡേറ്റും ട്രെയിലേഴ്സൊക്കെ റിലീസ് ചെയ്യും. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. സോ ഇനിയും ഇതുപോലുള്ള അപ്ഡേറ്റ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.